BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സൗദി അറേബ്യ 2025 ഡാക്കർ റാലിയിൽ ബഹ്റൈനിലെ ഹസൻ അൽ സദാദി മികച്ച സ്ഥാനം കൈവരിച്ചു. ഡെസേർട്ട് റാലി റേസിംഗിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ബഹ്റൈൻ റാലി ഡ്രൈവറായ ഹസൻ അൽ സദാദി മിഡിൽ ഈസ്റ്റ് റാലി ചാമ്പ്യൻഷിപ്പിൽ തന്റെ വിഭാഗത്തിൽ 5ാം സ്ഥാനം നേടി. FIA വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിന്റെ 2 റൗണ്ടായ ഹെയിൽ ടൊയോട്ടോ ഇന്റർനാഷണൽ റാലി 2025 മൊത്തത്തിൽ 22ാം സ്ഥാനത്തെത്തി. ഈ സീസണിൽ താൻ മത്സരിക്കുന്ന 4 പ്രധാന റൗണ്ടുകളുടെ ഭാഗമാണിതെന്ന് അൽ സദാദി പറഞ്ഞു. ഡാക്കർ 2026 ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ ബഹ്റൈനിലെ മോട്ടോർ സ്പോർട്ട് വ്യവസായത്തിൽ തുടർച്ചയായ പിന്തുണയും നിക്ഷേപവും ആവശ്യമാണെന്നും അൽ സദാദി അഭിപ്രായപ്പെട്ടു. ബഹ്റൈന്റെ വിശിഷ്ടമായ റെക്കോർഡിലേക്ക് മറ്റൊരു നേട്ടം കൂടി ചേർത്തുകൊണ്ട് ഈ വിജയത്തിന് എല്ലാവരും സംഭാവന നൽകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ബഹ്റൈനിലെ ആദ്യത്തേതും വലുതുമായ ഓഗ്മെന്റ് റിയാലിറ്റി പ്ലേഗ്രൗണ്ടായ അൽ ആലി മാളിൽ മാഡ് പാർക്ക് കളിസ്ഥലം വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രു ഉദ്ഘാടനം ചെയ്തു. പ്ലേഗ്രൗണ്ട് സന്ദർശിച്ച മന്ത്രി വിവിധ സാമ്പത്തിക മേഖലകളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് എടുത്തു പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയുടെ ആധുനിക വിനോദ കേന്ദ്രങ്ങൾ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ള സന്ദർശകരെ ആകർഷിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റൈൻ കേരളീയ സമാജം വനിതാ വേദി സംഘടിപ്പിച്ച മദൻ ഫിറ്റ്നസ് വോ മോം 2025 റിയാലിറ്റി ഷോ ജനുവരി 30 വൈകിട്ട് സമാജം DJ ഹാളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ സമാപിച്ചു. സിനിമാ താരം ഗായത്രി അരുൺ മുഖ്യ അതിഥിയായും രമ്യ മദൻ വിശിഷ്ട അതിഥിയായും പങ്കെടുത്തു. 5 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളും അമ്മമാരും മാറ്റുരച്ച ഈ റിയാലിറ്റി ഷോ 7 റൗണ്ടുകളിലായാണ് അരങ്ങേറിയത്. ടാലന്റ് റൗണ്ട്, സിനിമാറ്റിക് റൗണ്ട്, ഫാമിലി സ്റ്റേജ്, മൈ ഡ്രോപ്പ്, ഡാസ്ലിംഗ് ഡ്യൂ ഫാഷൻ റൗണ്ട്, ക്വസ്റ്റ്യൻ എയർ റൗണ്ടുകളിൽ കൂടെ ഫിനാലയിൽ എത്തിയ മത്സരാർത്ഥികൾ അവരുടെ കഴിവുകൾ കൊണ്ട് സദസ്സിനെ അത്ഭുതപ്പെടുത്തി. മത്സരാർത്ഥികൾ അഞ്ജു പിള്ള, പ്രതീക് പിള്ള, ശ്രീകല രാജേഷ്, അശ്വൻ ശേഖർ, ബബിത ജഗദീഷ്, അമലു ജഗദീഷ്, സുമി ഷമീർ, അഡ മുഹമ്മദ് ഷമീർ, റൂബി ജിനു, സാൻഡ്ര ജിനു, സാന്തി ശ്രീകുമാർ, ശ്രേഷ്ഠ ശ്രീകുമാർ, അഞ്ജു പ്രസാദ്, ഐശ്വര്യ മഹേഷ്, സന്ധ്യ ജയരാജ്, സിദ്ധാർത്ഥ് ജയരാജ്, നിത ജിതിൻ, അതിഥി നിക്കു, സൗമ്യ സജിത്, സ്വാതിക സജിത് തുടങ്ങിയവരും പങ്കെടുത്തു. ബഹ്റൈൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മലയാളം പാഠശാല, സാഹിത്യവേദി, സ്പീക്കേഴ്സ് ഫോറം എന്നീ ഉപവിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ 76ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഭാരതീയം ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ശീർഷകത്തിൽ നടന്ന ക്വിസ് മത്സരത്തിൽ ജനുവരി 24 ബഹ്റൈനിലെ പ്രമുഖ 18 ടീം അംഗങ്ങൾ മാറ്റുരച്ച പ്രാഥമിക റൗണ്ട് ക്വിസ് മത്സരത്തിന്റെ ഫൈനൽ മത്സരം വൈകിട്ട് 7:54 ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ സൽമാനിയയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്നു. പ്രാഥമിക റൗണ്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 ടീമുകൾ പങ്കെടുത്ത മത്സരത്തെ നിയന്ത്രിച്ചത് പ്രമുഖ ഇന്റർനാഷണൽ ക്വിസ് മാസ്റ്ററായ ബോണി ജോസഫും അധ്യാപന മേഖലയിലെ അറിയപ്പെടുന്ന വ്യക്തിത്വം സുരേഷ് പിപിയുമാണ്. കുട്ടികളും മുതിർന്നവരും പങ്കാളികളായ അത്യധികം ആവേശവും ഒപ്പം വിജ്ഞാനവും കാണികൾക്ക് പകർന്ന ഈ മത്സരത്തിന് മുഖ്യ അവതാരക ആതിര ഗോപകുമാർ ആയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി 1757 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിലെ വിഭിന്നങ്ങളായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി 7 വിവിധ റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ ജോസി തോമസും മരിയം ജോർജും ചേർന്ന് നയിച്ച പാലാ ടീം വിജയികളായി. ജിജോ ജോർജും അഭിമന്യു മനുവും നയിച്ച പ്രതിഭ BT 2ാം സ്ഥാനവും ഷാജി KCയും ശ്രീദേവ് മാണിക്കോത്തും നയിച്ച പ്രതിഭ A ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിശ്വനാഥന്റെ മേൽനോട്ടത്തിൽ SNCSന്റെ പ്രമുഖ ഉപവിഭാഗങ്ങളായ മലയാളം പാഠശാല, സ്പീക്കേഴ്സ് ഫോറം, സാഹിത്യവേദി എന്നീ ഉപവിഭാഗങ്ങളിലെ അംഗങ്ങൾ ചേർന്ന് മീഡിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS എന്നിവർ ആശംസകൾ നേർന്ന മത്സരത്തിന് പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ U നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ 4ാം സ്ഥാനം ലഭിച്ച ശ്രീജ ബോബിയും പ്രണവ് ബോബിയും നയിച്ച കോട്ടയം ടീം, 5ാം സ്ഥാനം ലഭിച്ച സജിത സതീഷ്, അനുവിന്ദ് സതീഷ് എന്നിവർ നയിച്ച വിക്ടറി ടീം, ഒപ്പം പ്രാഥമിക റൗണ്ടിൽ പങ്കെടുത്ത 18 ടീം അംഗങ്ങൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കാണികൾക്കായി നേരിട്ട് നടത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയവർക്കും ആകർഷണീയമായ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സാധാരണക്കാരെയും കർഷകരെയും കണക്കിലെടുക്കാത്ത കോർപ്പറേറ്റ് അനുകൂല ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം, ഊർജ്ജ മേഖല, സ്വകാര്യവൽക്കരണം എന്നിവയുടെ ഫലമായി ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക.
കൃഷി ഉൽപ്പാദനം, സേവനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും കോർപ്പറേറ്റ് മേധാവിത്വം ശക്തമാക്കുകയാണ് ബഡ്ജറ്റിലൂടെ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിട്ടും കർഷകരുടെ വായ്പ എഴുതിത്തള്ളൽ പ്രഖ്യാപിച്ചിട്ടില്ല. രാജ്യത്തെ ജനസംഖ്യയിൽ 50%-ലേറെ കർഷകരായിരിക്കെ കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 3.38%. ഇത് സമ്പന്നർക്ക് വേണ്ടി ഉണ്ടാക്കിയ ദരിദ്ര വിരുദ്ധ ബജറ്റ് കൂടിയാണ്. വർദ്ധിച്ച തോതിലുള്ള തൊഴിലില്ലായ്മയും വേതനത്തിൽ ഉയർന്നില്ലാത്തതിനാലും നടുവൊടിയുന്ന സാധാരണ ജനതയ്ക്ക് ആശ്വാസകരമാവാൻ മൂലധന ചെലവുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യക്കാരുടെ എണ്ണം കൂടിയിട്ടും കഴിഞ്ഞ വർഷത്തെ 86,000 കോടി രൂപ മാത്രം നിലനിർത്തി ഗ്രാമീണ ജനതയെ പറ്റിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. പട്ടികജാതിക്കാർക്ക് 3.4%, പട്ടികവർഗക്കാർക്ക് 2.6% മാത്രമേ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നുള്ളൂ. വരുമാന പരിധി ഉയർത്തിയിട്ടുള്ള നികുതി ഇളവ് 1% ജനങ്ങൾക്ക് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ. ന്യായമായതും ഏറ്റവും അടിയന്തരമായതുമായ ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിന്റെ മുന്നിൽ വെച്ചത്. വയനാട്, വിഴിഞ്ഞം തുറമുഖം അടക്കം കേന്ദ്ര സഹായം വേണ്ട മേഖലകളിൽ കണക്കിലെടുത്ത് കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളുന്നു. കേസ് പരിഗണിക്കുന്നത് റിയാദിലെ കോടതി മാറ്റിവെച്ചു. കേസ് മാറ്റിവെച്ചതിന്റെ കാരണം ഇത്തവണയും വ്യക്തമല്ല. അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദ് കോടതി പരിഗണിക്കുമ്പോൾ ഓരോ തവണയും കുടുംബം പ്രതീക്ഷയിലായിരുന്നു. 18 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മകൻ നാട്ടിലെത്തുമെന്ന പ്രതീക്ഷ. പക്ഷേ ഇത്തവണയും നിരാശയായിരുന്നു. കേസ് തുടർച്ചയായ 7ാം തവണയും മാറ്റിവെച്ചു. എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്ന് റഹീം നിയമസഹായ സമിതിക്കോ വീട്ടുകാർക്കോ അറിയില്ല. കേസ് നീട്ടിവെക്കുന്നതിന്റെ കാരണം അറിയണമെന്നാണ് നാട്ടുകാരും പറയുന്നത്. 2006-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. റഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിച്ചു നൽകിയിട്ട് മോചനം വൈകുന്നതിൽ ആശങ്കയും സങ്കടവും കുടുംബത്തിനുണ്ട്. ദേവസ്വം ബോർഡിൽ തൊഴിൽ നൽകാമെന്ന പേരിൽ വാഗ്ദാനം നൽകി വ്യാജരേഖ ചമച്ച പണം തട്ടിയ സംഭവത്തിൽ പ്രതികരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വത്തിലേക്കുള്ള നിയമനത്തിനായി ഒരു വ്യക്തിയെയോ ഏജൻസിയെയോ ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എല്ലാ നിയമനങ്ങളും സുതാര്യമാണ്. ഇതിനായി സർക്കാർ അംഗീകൃത കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിലുണ്ട്. നിയമനത്തിനായി വ്യാജരേഖ ചമച്ചെന്ന കണ്ടെത്തൽ ഗൗരവമുള്ളതാണെന്നും ശ്രീധുവിനെതിരെ ഉടൻ പോലീസിൽ ദേവസ്വം ബോർഡ് പരാതി നൽകുമെന്നും തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. കോട്ടയം ഏറ്റുമാനൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടിക്കൊന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ കോട്ടയം മാഞ്ഞൂർ സൗത്ത് സ്വദേശി ശ്യാം പ്രസാദാണ് 2-അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കരിത്താസിന് സമീപത്തെ ബാറിന് മുന്നിലുണ്ടായ സംഘർഷത്തെ തുടർന്ന ഇടപെടലിനിടെയാണ് 2 പേർ ചേർന്ന് ശ്യാം പ്രസാദിനെ ആക്രമിച്ചത്. രാത്രി 1 മണിയോടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം. നെഞ്ചിനടക്കം ഗുരുതരമായി പരിക്കേറ്റ ശ്യാം പ്രസാദിനെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ 4 മണിയോടെ മരിച്ചു. ആക്രമണങ്ങളിൽ ഒരാളായ കോട്ടയം പറാമ്പുഴ സ്വദേശി ജിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.